ഗാസ, അതെ, ദിനംപ്രതി നെതന്യാഹുവിന്റെ ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം. ഇപ്പോൾ അവരോട് ചെയ്യേണ്ടത് മൗനമല്ല എന്ന് മനസ്സിലാക്കിയ ദ സുമൂദ് ഫ്ലോട്ടില ഗ്രൂപ്പ് 44 രാജ്യങ്ങളിൽ നിന്നായി 500ഓളം വരുന്ന ആളുകൾ 40ലധികം കപ്പലുകളിലായി ഗാസയിലേക്ക് യാത്ര തിരിച്ചു. കൊണ്ടുപോയതൊരിക്കലും ബോംബല്ല, തോക്കുമല്ല, ഭക്ഷണമായിരുന്നു, മരുന്നുകളായിരുന്നു. അത് കൊണ്ടുപോയത് ഒരിക്കലും ധീരത അവകാശപ്പെടാൻ കഴിയുന്ന പട്ടാളക്കാരുമായിരുന്നില്ല, സാധാരണക്കാരായിരുന്നു. ഡോക്ടർമാരും നിയമപാലകരുമൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ആ പ്രദേശത്തേക്ക് ഇസ്രായേലിൻ്റെ ബോംബും മിസൈലും ഒക്കെ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന തങ്ങളുടെ നെഞ്ചത്തേക്ക് ബുള്ളറ്റ് വരെ കയറാമെന്ന് സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ആ യാത്ര പുറപ്പെട്ടു. തങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഗാസയിലെ കുഞ്ഞു പൈതങ്ങൾ അത് കാത്തുകിടപ്പായി. അങ്ങനെ ഗാസയിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് വെച്ചിട്ട് ഈ കപ്പലുകൾക്ക് മീതെ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ പറക്കാൻ തുടങ്ങി. ആ കപ്പലുകളിലെ സംപ്രേഷണ സംവിധാനങ്ങൾ തടസ്സപ്പെടാൻ തുടങ്ങി. ആ കപ്പലുകളിൽ ഇസ്രായേലിൻ്റെ സൈനിക പട കയറിക്കൂടി. അങ്ങനെ ആ കപ്പലിനെയും അതിലുള്ള ആളുകളെയും അതിലുള്ള സാധനങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ഇസ്രായേലിൻ്റെ തുറമുഖത്തേക്ക് അവർ കൊണ്ടുപോയി. ആ സാധനങ്ങൾ ഗാസ തീരത്തേക്ക് എത്തിക്കാൻ കഴിയാതെ ആ ദൗത്യം പരാജയപ്പെട്ടു. എന്നാൽ മനുഷ്യത്വത്തിന് മീതെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ നടത്തിയ ഈ ഒരു യാത്ര ഒരിക്കലും ഒരു പരാജയമായിട്ട് മാറാൻ നമ്മൾ അനുവദിച്ചും കൂടാ. ഇന്ന് ആ ദൗത്യത്തെയും പലസ്തീൻ ജനതയും നോക്കിക്കൊണ്ട് പരിഹസിച്ചിരിക്കുന്നവർ ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെ ഉണ്ട്. എന്നാൽ ഫ്ലോട്ടില ഗ്രൂപ്പിന്റെ ചങ്കൂറ്റം നിറഞ്ഞ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു വിജയം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ മനുഷ്യരാണ്, മനുഷ്യന്റെ വേദന അറിയാൻ കഴിയുന്ന പച്ചയായ മനുഷ്യർ.